നമസ്കാരം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങിന്റെ പേരിൽ നടന്നത് കൊടും ക്രൂരതയെന്ന് കുറ്റപത്രം. 45 സാക്ഷികളും 32 രേഖകളും ഉൾപ്പെടെയുള്ള കുറ്റപത്രം പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. 5 പ്രതികളാണ് കേസിലുള്ളത്. 45 ദിവസം കൊണ്ടാണ് പോലീസ് കുറ്റപത്രം പൂർത്തിയാക്കി കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതിവേഗത്തിലാണ് ഗാന്ധിനഗർ പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയത്. ജൂനിയർ വിദ്യാർത്ഥികളെ റാഗിങ്ങിന്റെ പേരിൽ ക്രൂരമായി ഉപദ്രവിച്ച കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുവൽ, വയനാട് നടവയൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി സ്വദേശി റിജുൽജിത്ത്, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, കോട്ടയം കോരിത്തോട് സ്വദേശി വിവേക് എന്നിവരാണ് കേസിലെ പ്രതികൾ. കൊലപാതകത്തിന് തുല്യമായ കൊടും ക്രൂരതയാണ് ജൂനിയർ വിദ്യാർത്ഥികളോട് ഇവർ കാണിച്ചത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കേസിൽ അധ്യാപകരെയോ ഹോസ്റ്റൽ വാർഡനെയോ പ്രതി ചേർത്തിട്ടില്ല. ഇരകളായ 6 പേരും കേസിൽ സാക്ഷികളുമാണ്. വിദ്യാർത്ഥികൾ പകർത്തി സൂക്ഷിച്ച വീഡിയോ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. പ്രതികൾ ജാമ്യാപേക്ഷയും മുൻകൂർ ജാമ്യാപേക്ഷയുമെല്ലാം സമർപ്പിച്ചിരുന്നുവെങ്കിലും ഇവർക്ക് ജാമ്യം അനുവദിച്ചിരുന്നില്ല. നിലവിൽ ഇവർ റിമാൻഡിലാണ്. കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ കേസ് വിചാരണയിലേക്ക് കടക്കും. റാഗിങ്ങിന്റെ പേരിൽ ഇവർ ചെയ്ത കൊടും ക്രൂരതകൾ ഇങ്ങനെയാണ്. ശരീരമാകെ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചുവെന്നും സ്വകാര്യ ഭാഗത്ത് ഡംബൽ അമർത്തിയെന്നുമുള്ള കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളുടെ റാഗിംഗ് പരാതി തെളിയിക്കുന്ന അതിക്രൂര ദൃശ്യങ്ങളാണ് അന്ന് പുറത്തു വന്നിരുന്നത്. സീനിയർ വിദ്യാർത്ഥികൾ 1ാം വർഷ വിദ്യാർത്ഥികളെ കട്ടിലിൽ കെട്ടിയിട്ട് ക്രൂരമായി ഉപദ്രവിക്കുന്നതിൻ്റെ ഭീതികരമായ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. കുട്ടികളുടെ ശരീരത്തിൽ കോമ്പസ് കൊണ്ട് കുത്തി മുറിവുണ്ടാക്കിയ ശേഷം മുറിവിൽ ബോഡി ലോഷൻ ഒഴിച്ച് കൂടുതൽ വേദനിപ്പിക്കുന്നതായി ദൃശ്യങ്ങളിലുണ്ട്. സ്വകാര്യ ഭാഗത്ത് ഡംബൽ വയ്ക്കുന്ന ദൃശ്യങ്ങളും കുട്ടികൾ അലറിക്കരയുമ്പോൾ അക്രമികൾ അത് ആസ്വദിച്ച് ചിരിക്കുന്നതും വീഡിയോയിൽ നമുക്ക് കാണാം. നിലവിളി പുറത്ത് കേൾക്കാതിരിക്കാൻ ഉച്ചത്തിൽ പാട്ടുവെക്കുകയും ചെയ്യുന്നുണ്ട് അക്രമികളായ ഈ വിദ്യാർത്ഥികൾ.